ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിവിശാലമായിട്ടുള്ള ദീപക്കാഴ്ചകൾ കാണിക്കാനാണ്. അതെ, നമ്മൾ നിൽക്കുന്നത് രാരൂർക്കാവ് നഗരൂർ. അതെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ അമ്പലത്തിലേക്കുള്ള ഒരു ആർച്ച് കേട്ടോ. റോഡിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ ആർച്ചാണ് കേട്ടോ. നേരെ അമ്പലത്തിന്റെ മുമ്പിലെത്തുമ്പോ സൂപ്പർ തന്നെ. ഇത് വയലാണ്. വയലില് അമ്പലത്തിൻ്റെതായിട്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് കൊടുക്കാൻ കേട്ടോ. അതായത് നോക്കി ചെറിയ ചെറിയ ലൈറ്റുകൾ. ഇതാ അടിപൊളിയ സെറ്റ് ഏർപ്പാട് തന്നെ ചെയ്തേക്കണം അല്ലേ കാണാൻ. അടിപൊളി തന്നെ എൻ്റെ പൊന്നോ, സൂപ്പർ. മിനുട്ടിക്ക് ലൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പർ. അടിപൊളി. ശിവനും പാർവതി. തോന്നിക്ക് അവിടെ മേലെ ചെയ്തേക്കുന്നുണ്ടാ. നമ്മളെ കാർവർണ്ണയി, പിന്നെ അയ്യപ്പായി, ഗണപതി, പിന്നെ അതാരാണ് കൃഷ്ണയി, ശ്രീകൃഷ്ണയി, പിന്നെ അവിടെ ഉണ്ട് ദേവി, പിന്നെ ഒരാൾ പന്ത് കളിക്കുന്ന ഒരു പയ്യൻ നിൽക്കുന്നു. അങ്ങനെ നേരെ അത് നോക്കിയേ, മഹാവിഷ്ണു. ഇത് അമ്പലക്കുളത്തിന്റെ അവിടെയാണല്ലോ ചെയ്തേക്കുന്നത്. അടിപൊളിയാണ്. ആ ഒരു കുളത്തിന്റെ ആ ഒരു വ്യൂ കാണാൻ സെറ്റ് ചെയ്യാൻ കേട്ടോ. നോക്കിയേ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിതാ ഇവിടെ ഒരാൾ ദേവി ചേർപ്പാടി. മീനുട്ടി കാർട്ടൂണുകളാണ്ട് അതിനകത്ത് വയ്ക്കാണ്. ആരാണത് സൈക്കിൾ ഓട്ടുന്ന? മുയൽ സൈക്കിൾ ഓട്ടാണ്. പിന്നെ നോക്കിയാണ് താറാവ്, നമ്മുടെ മിക്കി മൗസ്, ഒരുപാട് പേരുണ്ടല്ലോ. അടിപൊളിയായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ദേവി, പിന്നെ ഗണപതി നിൽക്കുന്നു, ഹനുമാൻ നിൽക്കുന്നത് പോലെ അങ്ങ്. ഹനുമാൻ നമ്മളെ അടുത്ത് കാണിച്ചു തരാല്ലേ. പിന്നെ അതുപോലെ അവിടെ നമ്മുടെ രാമനുണ്ട്. പിന്നെ അവിടെ അത് നോക്കിയ കാലനൊക്കെ ഉണ്ട്. അയ്യപ്പൻ. അതൊക്കെ അടുത്ത് പോകത്തില്ല കേട്ടോ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റുള്ളൂ. അടിപൊളി. എടാ ഇത് കണ്ടോ, ഇതെന്തിനാണ് മീനു? കുഴലല്ല, ട്രെയിന്. പിന്നെ നമ്മുടെ അവിടെ കണ്ട അതിനകത്തോട്ട് തന്നെ മൊത്തം കാർട്ടൂൺ ടീമുകളാണ്. ഓരോ സെക്ഷനാണ്. അടിപൊളി അല്ലേ മീനു? എങ്ങനെയുണ്ട് മീനു? നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇത് മൊത്തം എടുത്താ വീഡിയോ ലോങ് ആയി പോലെ. ഏത് കയ്യോട്ടുണ്ട്. അവിടെ ശബരിമല എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ശബരിമല ഇത് കാണാതെ പോയ നഷ്ടം തന്നെ അല്ലേ? അല്ലേ ഉത്സവ കമ്മിറ്റി അതുപോലെ തന്നെ ആകാശം. അത് തന്നെ അത് ഞാൻ ആകാശത്തിൽ ആകാശത്തിന്റെ താഴെ. മിനുട്ടി അയ്യോ, ദേവിയാണത്. നമ്മളെ വാലുള്ള ആളാരാ? ഹനുമാൻ. ദേവി ഇതാ ഇവിടെ ഇതാണ്ട് അടുത്ത് ദേവിയുണ്ട് തന്നെ. ദേവി, ഹനുമാൻ. റെക്കോർഡായിട്ട് കേൾക്കാനൊക്കെ പറ്റും. നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ലേ കൂട്ടുകാരെ? അതായത് കണ്ടോ, നമ്മൾ അമ്പലത്തിലോട്ട് കയറി പോകുന്ന വഴിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിലോട്ട് നോക്കിയാൽ നമ്മളിതാ ഇവിടെ നോക്കിയേ, കൃഷ്ണനുണ്ട്, ഗണപതിയുണ്ട്, നമ്മളെ മുരുകനുണ്ട്,
പറഞ്ഞ പാട്ട്? ഇത് കണ്ടേ, ഇങ്ങോട്ട് കണ്ട നമ്മളെ ശബരിമല ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കിയ ലൈറ്റില്ലാതെല്ലാം ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഇത് കച്ചവടക്കാരെല്ലാം കുറവാണ് കേട്ടോ. കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഇനി വന്നു തുടങ്ങിയുള്ളൂ. ഇവിടെയൊക്കെ കച്ചവടക്കാർ വരാനുള്ളതാണ്. നിറയേണ്ടതാണ്. അഞ്ചാം തീയതി തുടങ്ങിയതേ ഉള്ളൂ. 13-ാം തീയതി വരെ ഉണ്ട്. 13-ാം ചെങ്ങിക്കുന്ന് ശ്രീ മാടമഠ മൂന്നാം പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം 2025 തിരുമഹോത്സവത്തിന്റെ 3-ാം ദിവസം. നമ്മളങ്ങനെ അമ്പലത്തിന്റെ മുമ്പായിക്കാണ് അല്ലേ? അമ്പലത്തിന്റെ മുമ്പ്, അതായത് നമ്മൾ അമ്പലത്തിന്റെ മുമ്പേക്ക്. ഓക്കെ, നിങ്ങളതായത് അമ്പലം കണ്ടോ? ഇതാണ് അമ്പലം. അടിപൊളി തന്നെയാണ് അവരുടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ മുമ്പേ നിന്ന് ഇറങ്ങി. അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്തോട്ടുള്ള ഡോറിൽ നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ വരുന്നത് ഈ കുളത്തിൻ്റെ അടുത്തോട്ടാണ്. അമ്പലക്കുളമാണ്. അമ്പലക്കുളത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇതിന് ആഴമുണ്ട് കേട്ടോ. ഈ അമ്പലക്കുളം എന്ന് പറയുമ്പോൾ നല്ല ആഴമുണ്ട്. അതുകൊണ്ട് നമുക്ക് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് കൂട്ടുകാരും നേരിട്ട് ചെന്ന് ഇറങ്ങിക്കളയരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആഴമുള്ള സ്ഥലം തന്നെയാണ് ഈ അമ്പലക്കുളം എന്ന് പറയുന്നത്. കാണാൻ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്പലക്കുളത്തിലോട്ട് ഒരു കാരണവശാലും ഇറങ്ങി ചെല്ലരുത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതാ ഈ കാണുന്നത് കണ്ടല്ലോ, ലൈറ്റും കാര്യങ്ങളെല്ലാം വേറെ ലെവലാണ്. എന്നാലും ഞാൻ വേറൊന്ന് കാണിച്ചിരുന്നത്, നിങ്ങൾ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇത് കണ്ടോ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം. ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ഇട്ടിട്ടില്ല. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലാസ്റ്റ് ദിവസം അങ്ങനെയുള്ളത് കാണാനാണെങ്കിൽ കാർത്തിക ലാസ്റ്റ് ദിവസം വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ഫുള്ള് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്, 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഈ ചുറ്റുപാടൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും വന്ന് കാണണം കേട്ടോ. അവർ വന്ന് കാണുമല്ലോ. ഇവിടെ ഈ ചുറ്റാനുള്ള ആൾക്കാരൊക്കെ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചകളൊന്നും നിർത്തുന്നില്ല. പിന്നെ ചെറിയൊരു ഡൈവേർഷൻ ഉണ്ടെന്ന് പറയാനേ. ഉത്സവ കാഴ്ചകളും വിശേഷങ്ങളും നമ്മളുടെ കൊച്ചു കൊച്ചു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ടാറ്റാ, ബൈ ബൈ. മിനുട്ടി ടാറ്റാ, സൈക്കോ സുഷൻ.